വീണ്ടും ഒരു യുദ്ധത്തിന് അരങ്ങൊരുങ്ങുകയാണോ? യഥാർത്ഥത്തിൽ ട്രംപും പുടിനും തമ്മിൽ അലാസ്കയിൽ വെച്ചൊരു കൂടിക്കാഴ്ച നടന്നപ്പോൾ എന്താണ് പുടിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്? പുടിൻ ആ സമയത്ത് ഇറാനുമായി ഒരു സഖ്യത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഒരു യുദ്ധത്തിനുള്ള കാഹളം മുഴക്കുകയാണോ എന്നുള്ളൊരു ചോദ്യമാണ് ഉയർന്നു വരുന്നത്. അതായത് റഷ്യയുടെ S-400 വ്യോമ പ്രതിരോധ സംവിധാനം ഇറാനിലെത്തിയിരിക്കുന്നു. ഇറാൻ അത് പരീക്ഷിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ വരുന്നു. ഖമേനി പുടിൻ രഹസ്യ കരാറുണ്ടായിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്താണ് ഈ സംഭവം എന്ന് നോക്കാം. അതായത് ഇറാനും ഇസ്രായേലും വർഷങ്ങളായ സംഘർഷത്തിലാണ്. റഷ്യ S-400 വ്യോമ പ്രതിരോധ സംവിധാനം ഇറാൻ വിജയകരമായി പരീക്ഷിച്ചതോടെ ഇസ്രായേലിന് വീണ്ടും ഉറക്കമില്ലാത്ത രാത്രികൾ എത്തിയിരിക്കുകയാണ്. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ജൂലൈ 26-ന് ഇസ്ഫഹാൻ അടുത്ത് ഇറാൻ ആദ്യമായി S-400 സംവിധാനം പരീക്ഷിച്ചു. ജൂണിൽ ഇസ്രായേൽ വ്യോമസേന ഇറാന്റെ S-300 വ്യോമ പ്രതിരോധ സംവിധാനം നശിപ്പിച്ചതും ഇവിടെ വച്ചാണെന്നുള്ളതാണ് വേറൊരു കാര്യം. ആ യുദ്ധത്തിൽ ഇറാന്റെ മിക്കവാറും എല്ലാ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും ഇസ്രായേൽ നശിപ്പിക്കുകയോ ഗുരുതരമായ പരിക്കേൽപ്പിക്കുകയോ ചെയ്തിരുന്നു. അതിനാൽ ഇറാനിയൻ ആകാശത്ത് ഒരു പ്രതിരോധവും ഇല്ലായിരുന്നു എന്നുള്ളത് ഇസ്രായേലിന് ഒരു മുതൽക്കൂട്ടായിരുന്നു. ഇസ്ഫഹാനിൽ ഇറാൻ S-400 ട്രയംഫ് സിസ്റ്റം പരീക്ഷിച്ചതായി ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് സ്ഥിരീകരിച്ചതായി ഉപഗ്രഹ ചിത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഡിഫൻസ് സെക്യൂരിറ്റി ഏഷ്യ വെബ്സൈറ്റിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിൽ ഇറാനിയൻ S-400 വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ 91N6C അക്വിസിഷൻ റഡാർ, 92N6C എൻഗേജ്മെന്റ് റഡാർ, ഒരു സെൻട്രൽ കമാൻഡ് ആൻഡ് കൺട്രോളർ വെഹിക്കിൾ, നിരവധി 5P8 5TE2 ട്രാൻസ്പോർട്ടർ എറക്ടർ ലോഞ്ചറുകൾ എന്നിവ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. പരീക്ഷണത്തിനിടെ 48N6E3 മിസൈൽ 250 കിലോമീറ്ററാണ് ഈ മിസൈലിൻ്റെ പരിധി. ആ പരിധിയിൽ അത് വിക്ഷേപിച്ചു. ദീർഘദൂര 40N6 മിസൈലുകൾ, ഇതിൻ്റെ പരിധി എന്ന് പറയുന്നത് 400 കിലോമീറ്ററാണ്. അതിൻ്റെ സ്ട്രൈക്ക് ശേഷി അത് സജീവമായിരിക്കാൻ ഉള്ള പരീക്ഷണവും നടത്തിയിരുന്നു. യുദ്ധകാലത്ത് ജൂണിൽ ഇസ്രായേൽ ആദ്യം ഇറാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും റഡാറുകളും നശിപ്പിച്ചു. പിന്നീട് ഇറാൻ്റെ ഡസൻ കണക്കിന് ലക്ഷ്യങ്ങളിൽ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് പറക്കാനുള്ള ശേഷിയുള്ള വ്യോമാക്രമണങ്ങൾ നടത്തി. തങ്ങളുടെ വ്യോമാതിർത്തിയുടെ നിയന്ത്രണം തങ്ങൾക്കാണെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു. ഇസ്രായേലും ഇറാനും തമ്മിൽ ഇപ്പോഴും കാര്യമായ സംഘർഷങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇറാന്റെ S-400 വ്യോമ പ്രതിരോധ സംവിധാനം വിന്യസിക്കുന്നതുമായി ബന്ധപ്പെട്ട് മറ്റൊരു സംഘർഷത്തിന് സാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുന്ന നിരവധി റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇത് ഇറാന്റെ ആകാശത്ത് ഇസ്രായേലിന്റെ വ്യാപകമായിട്ടുള്ള വ്യോമ ശേഷികൾ തകർക്കാൻ ഇറാനെ അനുവദിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.